നമസ്കാരം. പേളിമാണി മറീന മൈക്കൽ വിഷയം ഞാൻ ഇന്നലെ 2 വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പേളിമാണിയുടെ സൈഡ് കൂടി കേട്ടിട്ട് വേണം നമ്മളൊരു ജഡ്ജ്മെന്റ് ചെയ്യാനെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ യൂട്യൂബേഴ്സും പേളിമാണിയെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇട്ടത് എന്നുള്ളതാണ് സത്യം. ഞാൻ അപ്പോഴേ പറഞ്ഞു, പേളിമാണിയിൽ നിന്നും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേളിമാണി അതിനൊരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പേളിമാണി അതിനകത്തൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി യൂട്യൂബിൻ്റെ പേളിമാണിയുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിലും എനിക്കൊന്ന് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റ ഞാൻ കണ്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ രത്നചുരുക്കം വളരെ വ്യക്തമാണ്. രത്നചുരുക്കം ഞാൻ വായിച്ചുതരാം. എൻ്റെ ആ ഒരു പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഞാൻ 2-3 ദിവസമായിട്ട് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആക്ടറിനെയും എന്നെയും ഒരു ആങ്കറിനെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ഊഹാപോഹങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിൽ എൻ്റെ തംബ്ലൈൻ വെച്ചിട്ടല്ല, എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് പലരും വീഡിയോ ചെയ്തത്. അത് ഞാൻ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വ്യക്തി, അതായത് മറീനെ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു. ഞാൻ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതെ, താങ്കളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ഈ പറയുന്ന മറീന പറഞ്ഞു എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സൈഡ് പറയാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ ഈ പറയുന്ന പിന്നീട് മറീന അത് കേൾക്കാൻ തയ്യാറായില്ല എന്നും ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയി എന്നുമാണ് ഈ പറയുന്ന പേളിമാണി പറഞ്ഞത്. ഇത് മുമ്പേ നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞ കേസാണ്. പേളിമാണി വിളിച്ചിട്ടുണ്ടെന്നും അവർ തമ്മിൽ ചെറിയ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നമ്മൾ ഇന്നലെ അറിഞ്ഞ കേസാണ്. അവരുടെ വീഡിയോയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഫോഴ്സ്ഫുള്ളി എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിമാണി ആ ഒരു കുറിപ്പ് തുടങ്ങുന്നത്. പേളിമാണി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ: 2017 ഞാനൊരു ചാനലുമായിട്ട് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എനിക്ക് ഈ ക്യാഷ് സംബന്ധമായ ചില ഇഷ്യൂ, പേയ്മെൻറ്റ് സംബന്ധമായ ചില ഇഷ്യൂ ഉണ്ടായി. ആ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും ഞാൻ ഇനി ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ റിസോൾവ് ചെയ്ത കേസുകൾ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഷോയിൽ തുടർന്നു പോകാൻ പിന്നീട് താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയും അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞതുപോലെ ഷോ വിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഷോ വിട്ട് പോയത് കൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഒരു റീപ്ലേസ്മെൻറ്റ്, അതായത് പേളിമാണിക്ക് പകരം ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി. അതായത് അതുകൊണ്ടാണ്, ഈ കാലതാമസം ഉണ്ടായത് കൊണ്ടാണ് മറീന മൈക്കൽ എന്ത് ചെയ്തത്. മറീന മൈക്കൽ പറയുന്നുണ്ട് 2-3 ആഴ്ച മാറ്റി വെച്ച് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് പേളിമാണിക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പേളിമാണി എന്ത് ചെയ്തു, ആ ഷോ വിട്ട് പോയി എന്നുള്ളതാണ്. രണ്ടാമത്, പുതിയ ഒരു ആങ്കറെ പേളിമാണിയുടെ സ്ഥാനത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിലേ കൊണ്ടാണ് ഈ പറയുന്ന മറീന മൈക്കൾക്ക് പിന്നീട് 2-3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതുപോലുള്ള ഒരു ആക്ട്രസിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും അത് ഞാൻ കാരണമാണ് ഉണ്ടായത് എന്നും അവിടെയുള്ള ചാനൽ എന്ത് ചെയ്തു, ഇവിടെ ഈ പറയുന്ന മറീനയെ പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് പേളിമാണി പറയുന്നത് ചാനലിൻ്റെ കുറ്റം എന്ത് ചെയ്തു, എൻ്റെ തലയിൽ എടുത്തിട്ടു. അതായത് പേളിമാണി വരാത്തത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ ഡിലേ ആയത് എന്ന് പറയുന്നത്, പൈസയുടെ പേയ്മെൻറ്റ് വിഷയം കൊണ്ടാണ് പേളിമാണി നിർത്തിയിട്ട് പോയത് എന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് പേളിമാണിക്ക് താങ്കളെ എന്ത് ചെയ്യണം, താങ്കളായതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പിന്നെന്താണ് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതെന്നാണ് ഈ ആങ്കർ ഈ ചാനൽ ഈ പറയുന്ന ആക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു വിഷയം. എന്നിട്ട് തന്നെ പേളിമാണി പറയുന്നത്, നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, എൻ്റെ തലയിൽ കൊണ്ടിടാതെ നിങ്ങളുടെ ചങ്കൂറ്റത്തോടു കൂടി നിങ്ങളുടെ തെറ്റാണ് എന്നുള്ളത് ഏറ്റെടുക്കണമെന്നും അതിനകത്ത് കോട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു കേസ് പറയുന്നുണ്ട്. മോർ ഓവർ എന്താണ്, ഈ പറയുന്ന ചാനലുകളിൽ ഗസ്റ്റുകൾ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഹോസ്റ്റല്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആങ്കർ അല്ല തീരുമാനിക്കുന്നത്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഞാനൊരു പ്രോഗ്രാമിൽ ആങ്കർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഏത് ഗസ്റ്റ് വരണം, ആരെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പിന്നീട് എന്താണ് അധികാരമോ അവകാശമോ എനിക്കില്ല. അവർ പറയുന്ന ചാനലിൻ്റെ ഡയറക്ടർ പറയുന്ന, പ്രോഗ്രാം ഡയറക്ടർ പറയുന്ന ആരെയാണോ നമ്മളവിടെ ഇൻ്റർവ്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അവിടെ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലേ, അപ്പോൾ അവിടെ തന്നെ ഒരു ഫേക്ക്നെസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ പറയുന്നുണ്ട് ഞാനല്ല തീരുമാനം, അവരാണ് തീരുമാനിക്കാനുള്ളത് എന്നുള്ളതാണ് പേളിമാണി വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് പേളിമാണി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ ഭാഗത്തിൽ ഇതിലൊരു തെറ്റുമില്ല, എനിക്ക് ആ ഒരു ആക്ടറിനോട് അല്ലെങ്കിൽ ആ ഒരു ആക്ട്രസിനോട് ഒരു പിന്നീട് ബഹുമാനക്കുറവ് ഒന്നുമില്ല, താങ്കളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശംസകളെല്ലാം നേർന്നിട്ടാണ് പേളിമാണി ആ ഒരു പിന്നീട് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ.
ഇതാണ് സംഭവിച്ചത്. ഇതിൽ വളരെ ക്ലാരിറ്റി, വളരെ വളരെ നല്ല ക്ലാരിറ്റിയിൽ പറയും എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മറീന എന്തുകൊണ്ടാണ് പേളിമാണിയുടെ വശം പറയാൻ സമയത്ത് മറീന കേൾക്കാതെ ഫോൺ വെച്ചിട്ട് പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകത്തില്ല. മറീനയ്ക്ക് തന്നെ ഒരു സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാമുള്ള ഒരു കാര്യമായിരുന്നു പേളിമാണി ആയിരിക്കില്ല ഒരിക്കലും ഈ പറയുന്ന ആരെയൊക്കെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പേളിമാണി ആയിരിക്കില്ലെന്നും അത് ഷോ ഡയറക്ടറുടെ അല്ലെങ്കിൽ ആ ഷോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ചാനലിൻ്റെ പിന്നെ ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു അപകർഷതാ ബോധമൊക്കെ കാണുമായിരിക്കും. ഞാനായിട്ട് അവൾ കളഞ്ഞിട്ട് പോയോ എന്ന് തോന്നിക്കണം. അതൊക്കെ പോയിട്ടും പേളിമാണി തൻ്റെ വശം പറയാൻ വേണ്ടി വന്നപ്പോൾ പോലും അത് കേൾക്കാതെ ഫോൺ കട്ട് ചെയ്ത് വെച്ചത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഇതിന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇതിനെന്തോ ഇതിനകത്തെന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. ഒന്നുകിൽ ഈ മറീന ഈ പറയുന്ന വർഷാബോധം കൊണ്ട് സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത കാര്യമായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പേളിമാണി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഈ പേളിമാണി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ഏറ്റവും വളരെ നല്ലൊരു കാര്യം. കാരണം ഈ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ പേളിമാണിക്ക് എതിരാണ് ഇല്ലേ. ഞാൻ എൻ്റെ വീടിൻ്റെ താഴെ പലരും വന്നിട്ടില്ല പേളിമാണി അങ്ങനെയാണ് അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പേളിമാണി ഇതിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് മറീനയ്ക്ക് സത്യം പറയുന്നത് മനസ്സിലാക്കി കാണും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറീന ഇത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു ക്ഷമാപണം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്കിതിൽ തോന്നുന്നുണ്ട്. മനസ്സിലായില്ല, തെറ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് പിന്നെ ഒരു മാപ്പ് ചോദിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല. കാരണം പേളിമാണി വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞില്ല. നമുക്കിത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അത് നമുക്ക് ലോജിക്കലി നോക്കിക്കഴിഞ്ഞാലും പേളിമാണി പറയുന്നതിൽ കാര്യമുണ്ടെന്നും അവരുടെ ഭാഗത്താണ് ശരിയെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മറീന എന്ത് ചെയ്യണം, ഈ തെറ്റുകൾ മനസ്സിലാക്കി തൻ്റെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ചാനലുകാരാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചതെന്നും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചാനലുകാർ നടത്തിയ ഒരു കള്ളക്കഥയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന മറീനയുടെ പിന്നെന്താണ് മറീനയോടുള്ള ഇഷ്ടം ആൾക്കാർക്ക് കൂടുകയുള്ളൂ. തെറ്റിദ്ധാരണ മനസ്സിലാക്കി മാപ്പ് പറയുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചാനലുകാർ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് വിഷയവുമായിട്ട് ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാൾ പോകുമ്പോൾ ബാക്കി വരുന്നതെല്ലാം അവരെ എന്ത് ചെയ്യണം, മൊത്തം ബ്ലെയിം അവരെ തലയിൽ കൊണ്ടിട്ടിട്ട് അവരെ പിന്നീട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള പിന്നെ വാർത്തകൾ പടച്ചിറക്കാതിരിക്കുക. നിങ്ങളും ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുക. മനസ്സിലായി, നിങ്ങളുടെ ആങ്കർ നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചിലപ്പോൾ വിഷയമായിട്ട് അവർ പോയെന്നും പറഞ്ഞ് അടുത്ത വരുന്ന അതുകൊണ്ടാണ് പേളിമാണി ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ പേളിമാണി വരാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് എന്ന് പറയുന്നത് വളരെ തണ്ടിത്തനമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതാണ് ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നില്ലേ ആ സാധനം ആണെന്ന് തോന്നുന്നു, ഠമാർ പടാർ അല്ലേ. അപ്പം ആ പറയുന്ന ചാനലും എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് ഒരു മാപ്പ് പറയേണ്ടതായിട്ടിരിക്കുന്നു. അതുമല്ല, ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർക്ക് പറയുന്നത് ഒരു കാര്യം, ഒരാളുടെ ഒരു ആർഗ്യുമെൻ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലൊരു അലിഗേഷൻ വരുമ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് ഒരാളെ കണ്ണടച്ച് ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കണ്ണടച്ച് കുറ്റപ്പെടുത്തുന്നതും ഒട്ടും ശരിയല്ല. മറ്റുള്ളവരുടെ സൈഡും കൂടി കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു ഫൈനലിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ രണ്ട് സൈഡും കേട്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പേളിമാണി ഇതിൽ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ നിരപരാധിയാണ് എന്നുള്ളത് ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.